ഹേയ് ഗൈസ്, അപ്പൊ നമ്മൾ പല പല പണികൾക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ലോഡ്ജല്ല, ഇതൊരു സ്റ്റേ പോലത്തെ സെറ്റപ്പാണ്. അവിടെ റിസപ്ഷനിൽ ഇരിക്കാൻ പോയത്. വലിയ പണികളൊന്നുമില്ല, അവിടെ ഇരിക്കാം. ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. മറ്റേ ID കാർഡൊക്കെ സ്കാൻ ചെയ്ത് കൊടുക്കുക, ആ കീ അങ്ങ് എടുത്ത് കൊടുക്കുക. അത്രേ ഉള്ളു പരിപാടി നമ്മുടെ. പിന്നെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റും തലോണറ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്താക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കണക്കൊക്കെ ഒന്ന് എഴുതി വെക്കാം. എന്തൊക്കെ കൊണ്ടുപോയി എന്നുള്ളത്, എന്തൊക്കെ കിട്ടി എന്നുള്ളതൊക്കെ ഇങ്ങനെ വെക്കാം. വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോഴേക്കും ആ ചേട്ടൻ നമുക്ക് ബിരിയാണി മേടിച്ചെന്ന്. പിന്നെ നമ്മളിപ്പം 2 ഭായിമാരുണ്ടായിരുന്നു. അപ്പൊ ഒരു ഭായി ആസാമി എന്നുള്ള ഭായാണ്. പുള്ളിക്കാരനായിട്ട് ഞാൻ കുറച്ച് ആസാമി കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. അവരുടെ സംസ്ഥാനത്തിലത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പറയാൻ അറിയുന്നതിലും പുള്ളി പറയണതൊക്കെ മനസ്സിലാവണുണ്ടായിരുന്നുണ്ടാക്കാം. പുള്ളിക്ക് പക്ഷേ ഞാൻ പറഞ്ഞ തേങ്ങ മനസ്സിലാവണ്ടല്ലോ, അതാണ് അതിന്റെ ഒരു സത്യം. പിന്നെ നമ്മുടെ പണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റാപ്പിഡോ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അത്താണി വരെയും പോയത്. നമ്മൾ ആദ്യമായിട്ടാണ് ഞാനപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ പിടിക്കുന്നത്, റാപ്പിഡോയിലൊക്കെ ബുക്കൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് 35 രൂപയ്ക്ക് സംഭവം അവിടം വരെ എത്തിയായിരുന്നു. ഞാൻ തോന്നി ഭാഷ ഭാഗത്തായിരുന്നു ഈ പറഞ്ഞ വർക്കിന് നിന്നത്. അവിടെ നിന്ന് താണി വരെ അത്യാവശ്യം ഉണ്ട്. അവിടം വരെ 35 രൂപ വാങ്ങിച്ചോളൂ. അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു ബ്രൗണി മാൻ ചോദിച്ചിട്ട് പറൂര് വന്നപ്പോൾ അത് കയറി നമ്മൾ പറൂരേക്ക് പോയിട്ടുണ്ട്. അത് പറൂരിൽ നിന്ന് മൺബമ്പസ് പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് പിടിച്ചിട്ടുണ്ട്. അത്തോളൂ ഗൈസ്. അപ്പം ലവ് യു, ടേക്ക് കെയർ.